ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ 13 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ ഒരു സമരം നടക്കുന്നത്. പക്ഷേ ഈ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഇത്രയും ഒരു തൊഴിലാളി പ്രസ്ഥാനമായിട്ടുള്ള അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തെ മുഖവലിക്കെടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ആശാ വർക്കർമാർ ചോദിക്കുന്നത്. നേരത്തെ ഈ സമരത്തിൻ്റെ നേതാവായിട്ടുള്ള മിനി നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു സമരം പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ CITUവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമരം എന്ന് പറയുന്നത് ഒരു പാർട്ടി പരിപാടിയല്ല, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അപ്പോൾ അതിനെയാണ് ചിലർ ഇടപെട്ടുകൊണ്ട് പൊളിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഈ സമര നേതാവായിട്ടുള്ള മിനി നമ്മോട് പ്രതികരിച്ചത്. നേരത്തെ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇവിടെ ഒരു മഹാസംഗമം നടന്നിരുന്നു. സംസ്ഥാനത്ത് മുഴുവനുള്ള ആശാ വർക്കർമാർ ഈ സമരപന്തലിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു മഹാസംഗമം നടന്നിരുന്നു. പക്ഷേ ഈ സംഗമത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാരുടെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവർ ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ എത്തിയ ആശാ വർക്കർമാരെ അവരുടെ ഓട്ടോറിയൊക്കെ തന്നെ വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കായിരിക്കാം ആരൊക്കെയാണ് ഇവിടെ വന്നതെന്ന് അറിയുന്നതിന് വേണ്ടി അവരുടെ പ്രത്യേകം ഒരു ഗൂഗിൾ ഫോം ഒക്കെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ആ പേര് വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. അത് തങ്ങളോടുള്ള വാശി തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സമരം പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലരുടെ ശ്രമങ്ങളാണ് എന്നാണ് ഈ സമരം നടത്തുന്നവരൊക്കെ തന്നെ ഇവർ പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അല്പം സമയം മുൻപാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഈ ഒരു സമരപന്തലിലേക്ക് എത്തി. അദ്ദേഹം പറയുന്നത് ഇതൊരു ജീവൻ മരണ സമരമാണ്, അല്ലെങ്കിൽ ചിലർക്ക് ജീവിക്കാൻ വേണ്ടി ആ ഒരു സമരം നടത്തുകയാണ്, അതിനെ പൊളിക്കാൻ ശ്രമിക്കരുതെന്നാണ് അവർ ന്യായമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമുള്ളത്. അതായത് ഇവർക്ക് ഈ ഒരു പ്രായം കഴിഞ്ഞ് വിരമിച്ചു പോകുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപ മാത്രമാണ് ഇവർ വിരമിക്കലിന് വേണ്ടി ചോദിക്കുന്നത്. അത് എന്തുകൊണ്ട് നൽകിക്കൂടാ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി രമേശ് ചെന്നിത്തല ഇവിടെ പറയും. കാരണം അദ്ദേഹം പലതവണ ആരോഗ്യമന്ത്രിയോടൊക്കെ ബാലഗോപാൽ പറയുന്നുണ്ടായിരുന്നു സർക്കാരിന് ഇവരോട് ഈ സമരം ചെയ്യുന്ന ആളുകളോട് അനുഭാവപൂർണമായ സമീപനമാണുള്ളത്, അവരെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. പക്ഷെ ആ വാചകത്തിനപ്പുറം ധനവകുപ്പ് ഇവർക്ക് വേണ്ടി പണം മാറ്റിവെക്കാൻ തയ്യാറാകുമോ അല്ലെങ്കിൽ ഇവരുമായി ഇനി ഒരു ചർച്ച നടത്തുമോ, ആ കാര്യങ്ങളിലൊന്നും ഒരു ക്ലാരിറ്റി അദ്ദേഹം വരുത്തിയിരുന്നില്ല. ഈ എല്ലാ മന്ത്രിമാരും കടന്നു പോകുന്ന വഴിയിലാണ് എത്രയോ 13 ദിവസമായി ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അവർ ആ സമരത്തിന് ഇറങ്ങുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു മന്ത്രിക്ക് പോലും വന്ന് ഇതിന്റെ ഒരു പ്രശ്ന പരിഹാരവുമായി മുന്നോട്ട് പോകാൻ? ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരെയൊക്കെ വലിയ കടുത്ത ഭാഷയിലാണ് അവർ വിമർശനം വഹിക്കുന്നത്. കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ്. അത്രയും ഒരു ഉറച്ച നിലപാട്, ഒരു നിശ്ചയദാർഢ്യം ഇതിനുമായി ബന്ധപ്പെട്ട് ഇനി വേണ്ട, ഇവരുമായി ചർച്ച വേണ്ട എന്ന നിലപാടിലേക്ക് എങ്ങനെയാണ് സർക്കാർ എത്തിയത്? അത് തന്നെയാണ്. കാരണം ഇത് സെക്രട്ടേറിയറ്റാണ്, ഭരണസ്ഥിര കേന്ദ്രമാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ സ്ത്രീകൾ മഴയത്തും വെയിലത്തും ഇരുന്നുകൊണ്ട് ഈ 13 ദിവസമായി ഈ ഒരു സമരം നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പുറം എന്തുകൊണ്ടാണ് അവരോട് ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അതിന് നേതൃത്വം എടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആരോഗ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആരോഗ്യമന്ത്രി അതുപോലെ ധനവകുപ്പ് എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് ഒരു യോഗം വിളിച്ച്, ഈ ആശാ വർക്കർമാരെ കൂടി ചേർത്തുകൊണ്ട് ഒരു യോഗം വിളിച്ച മുഖ്യമന്ത്രി ആ ഒരു യോഗത്തിന് നേതൃത്വം നൽകണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് ഇപ്പോൾ 13 ദിവസമാവുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്, മന്ത്രിമാർ എല്ലാ ദിവസവും നിങ്ങളെ കണ്ടുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പോലും നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അർഹമായ വേതനമാണ് ആവശ്യപ്പെടുന്നത്. അവർക്ക് നമുക്ക് തരാനില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ അവർക്കൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാമെന്നുള്ളത്. ഇപ്പോൾ മറ്റു പലർക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് നിങ്ങളൊരു 21,000 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. പക്ഷേ ലക്ഷങ്ങൾ പോലും PSCയിലൊക്കെ തന്നെ ശമ്പളം ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കാരണമെന്നറിയില്ല. ഞങ്ങളോട് ഇത്രയും ഇങ്ങനെ വൈരാഗ്യം കാണിക്കാൻ എന്ത് കുറ്റം ഞങ്ങൾ ചെയ്യുന്നു? ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും, സമരം ചെയ്യും. ഇവർ പറയുന്നതാണ്. അതായത് അവർ കൂടുതലൊന്നും തന്നെ ചോദിക്കുന്നത് തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായ ഒരു പ്രതിഫലം, അത് മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നാണ് ഈ ആശാ വർക്കർമാരൊക്കെ തന്നെ പറയുന്നത്. കാരണം അവർക്കിപ്പോൾ കിട്ടുന്നത് ഒരു 7,000 രൂപ മാത്രമാണ് പ്രതിമാസം ഒറ്റയമായി കിട്ടുന്നത്. അത് ഒരു 7,000 രൂപയാണ്. അത് പോരാ, തങ്ങൾക്ക് അതൊരു 21,000 രൂപയായി അത് വർദ്ധിപ്പിക്കണം. അത് മാത്രമല്ല ഈ ഒറ്റയേറെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടി ചില ഒരു വീഴ്ചകൾ വരുത്തണമെന്നുള്ള ഒരു വരുത്തിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് അവരുടെ പ്രതികരണത്തിൽ മനസ്സിലായത്. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തയ്യാറാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്, അത് പഠിക്കാൻ. പക്ഷേ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളാണ് ഇതിനെ തടസ്സം എന്നുള്ള വിദണ്ഡവാദം എല്ലാ കാര്യങ്ങളിലും പോലെ ഇത്തവണയും സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. 7,300 രൂപ എന്നത് 21,000 രൂപയാക്കി ഉയർത്തുന്നതുകൊണ്ട് ഒരു തെറ്റും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം സാധനങ്ങളുടെ വില അടിക്കടി കുതിച്ചുയരുന്ന മറ്റ് ജീവിത ചെലവുകൾ ഇതെല്ലാം നോക്കുമ്പോൾ വെറും 7,300 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു ആശാ വർക്കർക്ക് ജീവിക്കാൻ സാധിക്കുക?